പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി നന്ദിയോട് സ്തോത്രം. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ, മഹത്വം സ്വീകരിക്കണമേ. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 29 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഇവിടെ യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള മഹത്വപ്രവേശനമാണ് പ്രധാന വിഷയം. ഇന്നും യേശു കർത്താവിൻ്റെ ഒരു മഹത്വപ്രവേശനം ആലയത്തിലും സമൂഹത്തിനും അനിവാര്യമാണ്. ആലയത്തിന് പുറത്തുള്ളവർക്ക് ആരാധനയിലും ദേവാലയത്തിനും സ്ഥാനം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ദൈവം ആലയത്തെ വിശുദ്ധീകരിച്ചേ മതിയാകുകയുള്ളൂ. കർത്താവിന് സഭയെക്കൊണ്ട് ആവശ്യമുണ്ട്. ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ സഭയെ പണിത് എടുക്കും, ശുദ്ധീകരിക്കും. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 1-ന്റെ B പാർട്ടിൽ പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഐ നോ യുവർ വർക്ക്സ്. നമ്മെ വ്യക്തമായി അറിയുന്ന ദൈവം, നമ്മുടെ പൊള്ളയായ ഭക്തിയെയും ആരാധനയൊക്കെ തിരിച്ചറിയുന്ന കർത്താവ്, സഭയെ വ്യക്തമായി മനസ്സിലാക്കുന്ന കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. അതുകൊണ്ട് ഇപ്രകാരം വെളിപാട് പുസ്തകത്തിൽ തുടർച്ചയായിട്ട് പറയുകയാണ്, ജീവനുള്ളവൻ എന്നതിന് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും സഭാജീവിതത്തിലും പ്രോഗ്രാമുകളും പദ്ധതികളും ധാരാളമുണ്ട്. പക്ഷേ അവയിലൊന്നും കർത്താവിന് സ്ഥാനമില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. കർത്താവ് ജീവിതത്തിനും ആലയത്തിനും പുറത്താണ്. ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് വീണ്ടും പറയുകയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകിയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല. ഇപ്രകാരം ഒരു വാണിംഗ് മുന്നറിയിപ്പോടുകൂടെയാണ് സന്ദേശം നൽകുന്നത്. ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. യേശു യെരുശലേമിനോട് സമീപിക്കുമ്പോൾ അവിടെ ഒരു രൂപാന്തരം അനിവാര്യമാണ് എന്നതുപോലെ നമ്മുടെ ജീവിതത്തോടും കർത്താവ് ഇപ്രകാരം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് രൂപാന്തരത്തിന് നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഭാഗ്യകരം. കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് പോയി ചാട്ടുവാർ എടുക്കേണ്ട അവസ്ഥ വന്നു. നമ്മുടെ ജീവിതങ്ങളിൽ അപ്രകാരം രൂക്ഷമായ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. നനയ്ക്കാത്ത നാഴികയിൽ വരുമെന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പാണ്, ന്യായവിധിയാണ്. നമുക്ക് അപ്രകാരമുള്ള വേദനാജനകമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും കർത്താവിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നതുമാണ് ഭാഗ്യം. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നതും അനുഗ്രഹിച്ചതും വളർത്തിയതും ഉയർത്തിയതും നമ്മുടെ മക്കളെ ആശീർവദിച്ചതുമെല്ലാം സഭ അപ്രകാരം ജീവിക്കുവാൻ വേണ്ടിയാണ്. കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ, സാക്ഷ്യമുള്ള സഭയായി ജീവിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? എല്ലാം കിട്ടിയപ്പോൾ ദൈവത്തെ മറന്നു. ആരാധനയ്ക്ക് ജീവനില്ലാതായി, പ്രാധാന്യമില്ലാതായി, നാമധേയമായ ആരാധന ആയി ശേഷിക്കുകയാണ്. സഭയ്ക്ക് സമൂഹത്തിന് നൽകുവാൻ നല്ലൊരു ദൂതില്ല. സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാർമ്മിക നിലവാരമില്ലാതെ അധപ്പതിച്ചു പോയി. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിൻ്റെ ഒരു അനുഭവത്തെ പറയുകയാണ്. ഇസ്ഹാക്കിൻ്റെ പ്രയാണത്തെക്കുറിച്ച് പറയുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഇസ്ഹാക്കിനെ ദൈവം അതിയായി അനുഗ്രഹിച്ചു. മറ്റുള്ളവർക്ക് അസൂയ തോന്നും വണ്ണം ധനവാനായി തീർന്നു ഇസ്ഹാക്ക്. അത് കണ്ടിട്ട് ഫെലിസ്തീർക്ക് അസൂയ തോന്നി. അവരുടെ രാജാവായ അബീമേലെക്ക് തങ്ങളെ വിട്ട് പോകുവാൻ ഇസ്ഹാക്കിനോട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങളെക്കാൾ നിങ്ങൾ ബലവാന്മാരായതുകൊണ്ട് ഞങ്ങളെ വിട്ട് പോകണം. ഇതാണ് ഇന്നത്തെ സഭയുടെ സ്ഥിതി എന്ന് പറയുന്നത്. എല്ലായിടങ്ങളിലും സഭ വർദ്ധിക്കുന്നു, സഭയിലെ ജനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നു. അതുകൊണ്ട് നോക്കിക്കാണുന്നവർക്ക് ഭീതിയാണ്. ഈ ജനം ഞങ്ങൾക്ക് ഭീഷണിയായി മാറുമോ? ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് ചലിക്കുവാൻ സഭയിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്ഹാക്കിൻ്റെ ജീവിതയാത്ര മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ ഫെലിസ്തീർ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തെ സൂക്ഷിച്ചു നോക്കുമ്പോൾ
അവിടെ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ 26-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അതിന് അവർ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം എന്നാണ്. ഇസ്ഹാക്കിനെ തേടി വരുന്ന അബിമേലെക്കിനെ കാണാം. അവിടുന്ന് യാതൊരു ഭീഷണിയുമാകാതെ ഇസ്ഹാക്ക് ആവശ്യപ്പെടുമ്പോൾ അവരെ വിട്ടു പോവുകയാണ്. പിന്നെയും അവൻ്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലും ആരാധനയിലും അവർ ദൈവത്തെ കണ്ടു. ഇതുപോലെ സഭയിൽ നിന്ന് സഭയെ മറ്റുള്ളവർ വീക്ഷിക്കുമ്പോൾ നമ്മുടെ ആരാധനയിലും ജീവിതത്തിലും കർത്താവിനെ കാണണം. പലവിധമായ ദോഷമായ വഴികളിലും തിന്മകളിലും ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളിലും പോകുമ്പോൾ നാം ഭയപ്പെടണം. ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത കർത്താവാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അടുത്ത ആഴ്ചയിൽ ദുഃഖവാരമാണ്, ഹോളി വീക്കാണ്, വിശുദ്ധവാരമാണ്. ഈ ദിവസങ്ങളിലുള്ള ചിന്തകളെല്ലാം നമ്മെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മുടെ ജീവിതം ദൈവോന്മുഖമായിട്ടുള്ള അനുഭവത്തിലേക്ക് തിരിക്കുവാനും കർത്താവിന് പ്രസാദകരമായി ജീവിച്ച് കർത്താവിൻ്റെ വെളിച്ചമായി ജീവിക്കുവാനും നമുക്കിടയാകണം. അതിനുവേണ്ടി സമർപ്പിക്കണം. നമ്മുടെ ജീവിതത്തെയും ആരാധനയും കണ്ട് ക്രൂശിൽ മരിച്ചവന് സന്തോഷമുണ്ടാകത്തക്ക രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അപ്രകാരം ഒരു പുതിയ തീരുമാനത്തോടും മാനസാന്തരത്തോടും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളോട് സംസാരിച്ച തിരുവചന സത്യങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ജീവിക്കുവാനും ജീവനും ചൈതന്യവുമുള്ള ജീവിതവും ആരാധനയായി ഞങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിപ്പാനും സഹായിക്കണമേ. മഹത്വം സ്വീകരിക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും കാലാവസാനം കൂടായിരിക്കുമാറാകട്ടെ. ആമേൻ.